സർ, ഡൽഹിയിൽ BJP-യുടെ ഒരു തേരോട്ടം തന്നെയാണ് നമ്മൾ കാണുന്നത്. ആപ്പിനെയൊക്കെ മലർത്തിയടിച്ചുകൊണ്ട് BJP ഇങ്ങനെ കുതിക്കുകയാണ്. RSSന്റെ ഒരു കൃത്യമായ ഇടപെടൽ, ഒരു കൃത്യമായ പ്രവർത്തനമൊക്കെ ഡൽഹിയെ കേന്ദ്രീകരിച്ച് കുറച്ച് നാളുകളായി ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത്? അതിനു മുമ്പ് ഈ BJP-യുടെ വിജയം ആഹ്ലാദിക്കുന്നതിന് മുമ്പ് മറ്റൊരു പാർട്ടിയുടെ അന്ത്യത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും കൂടെ വേണം. തീർച്ചയായിട്ടും അതിങ്ങനെ പടർന്ന് പന്തലിക്കാൻ തുടങ്ങി. BJP-ക്ക് അല്പം ഭയമുണ്ടാക്കി. അതുകൊണ്ടാണ് ആ ആത്മീയെ തളയ്ക്കണമെന്ന് തന്നെ തീർച്ചപ്പെടുത്തിയത്. അതും അവർ പിറന്നു വീണ ഇടത്ത് തന്നെ അവരുടെ അന്ത്യകൂദാശ നടത്തണം എന്നും BJP-ക്ക് അതിയായ മോഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡൽഹിയിൽ തന്നെ തളച്ചിട്ടത്. ഇതിലൂടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചോദ്യം ഉയരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ആം ആദ്മിക്ക് ഇനി അങ്ങോട്ട് ഇടം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് നമ്മളിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 45 ഇടങ്ങളിൽ അല്ലെങ്കിൽ 50 ഇടങ്ങളിലൊക്കെ BJP ലീഡ് ചെയ്യുകയാണ്. പക്ഷേ ആം ആദ്മി ഏതാണ്ടൊരു 10-18 ഇടങ്ങളിൽ മാത്രമാണ്. കോൺഗ്രസിൻ്റെ സ്ഥിതി ദയനീയമാണ്. ഇനി എങ്ങാനും ഒരു സീറ്റ് പിടിച്ചാൽ ഇപ്പോൾ ഒന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ അവർ സംപൂജ്യരായി തുടരുകയാണ് ചെയ്യുന്നത്. അവിടെ ആം ആദ്മിയെ പരാജയപ്പെടുത്തിയതിനോടൊപ്പം തന്നെ BJP-യുടെ ആഹ്ലാദത്തിന് പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. കോൺഗ്രസിനെ തുടച്ചു നീക്കി എന്നുള്ളത് കൊണ്ട് അവർക്ക് അതാണ് ഏറ്റവും പ്രധാന നോട്ടം. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് BJP ലക്ഷ്യമിടുന്നത്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ RSSൻ്റെയൊക്കെ പ്രത്യേക ചില സംവിധാനങ്ങൾ, അവരുടെ പ്രവർത്തന രീതികളുണ്ടല്ലോ, ഇതൊക്കെ ഇനി അവർ ദക്ഷിണേന്ത്യയിലൊക്കെ കൂടി ശക്തമാക്കും. മോദി ഓരോ തവണ വിജയം ഓരോ സംസ്ഥാനങ്ങളിലും ഉണ്ടാകുമ്പോൾ പറയുന്നത് ഇനി ദക്ഷിണേന്ത്യയിലേക്കാണ് വരുന്നത്. അങ്ങനെയാണ് കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതും 2024 ഒരു പാർലമെന്റ് സീറ്റ് സുരേഷ് ഗോപിയിലൂടെ നേടുകയും ചെയ്തത്. മോദി പലവട്ടം അവിടെ വന്നില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഫലം കൂടിയാണ് അവിടെ കണ്ടിരിക്കുന്നത്. അത് ഇനി അങ്ങോട്ട് ശക്തമാകും. മറ്റിടങ്ങളിലേക്ക് കൂടി മാതൃകയാക്കാനുള്ള ഒരിടമായി ഡൽഹി തെരഞ്ഞെടുപ്പ് മാറുന്നു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ ഇതിലൂടെ ഇവരിനി ഒരു 18, 19 അല്ലെങ്കിൽ 20 സീറ്റ് നേടിയാൽ അവരവിടെ ഒരു പ്രതിപക്ഷമായിട്ട് നിൽക്കും. പക്ഷേ എല്ലാ തരത്തിലും പിന്നീട് അങ്ങോട്ട് ഈ ആം ആദ്മിയെ തുരത്താനുള്ള ഒരു വഴി തന്നെയായിരിക്കും BJP ലക്ഷ്യം വെക്കുന്നത്. ഇവരുടെ മദ്യനയ അഴിമതിയിലും കേജ്രിവാളിൻ്റെ ആഡംബരത്തിലുമാണ് BJP പിടിമുറുക്കിയത്. അത് തന്നെ അവർക്ക് തിരിച്ചടി ഉണ്ടായി. ഈ ആം ആദ്മി വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സൗജന്യ പെരുമഴയായിരുന്നു. ഈ സൗജന്യ പെരുമഴ നൽകിക്കൊണ്ടിരുന്നത് ഒരു കാലത്ത് തമിഴ്നാട്ടിലാണ്. ജയലളിതയും കരുണാനിധിയും മാറി സ്ത്രീകൾക്ക് സാരി കൊടുക്കുന്നു, ബസ്സിൽ സൗജന്യ യാത്ര, TV കൊടുക്കുന്നു, ഫ്രിഡ്ജ് കൊടുക്കുന്നു, വാഷിംഗ് മെഷീൻ കൊടുക്കുന്നു, അരിയും സാധനങ്ങളും ഫ്രീ കൊടുക്കുന്നു, സൗജന്യമാണ്. കുട്ടികൾക്ക് ലാപ്ടോപ്പ്, സൈക്കിള്, പിന്നെന്താ പൈസ ഒന്നും ചെലവില്ലല്ലോ. ആണുങ്ങൾ ജോലിക്ക് പോകാതായി വീട്ടിൽ ഇരിക്കാൻ തുടങ്ങി. കുറെ കുഴിമടിയന്മാർ അങ്ങനെയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണേ, എല്ലാം കൊടുക്കുന്നു. ഇത് കണ്ട് അന്തം വിട്ടു പോയില്ലേ? ആ സൗജന്യ പെരുമഴയാണ് ആം ആദ്മി ഡൽഹി എടുത്ത് പയറ്റിയത്. അത് കഴിഞ്ഞ് പിന്നെ കോൺഗ്രസ് കർണാടകയിൽ ഉപയോഗിച്ചു. ഈ സൗജന്യ പെരുമഴയ്ക്ക് അപ്പുറത്തേക്ക് BJP ഉന്നം വെച്ചു. 2100 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 2500 തരാം എന്നുള്ള രീതിയിലേക്ക് BJP മാറി. നിലവിലുള്ള സൗജന്യം ഒന്നും തന്നെ നിർത്തലാക്കത്തില്ല. പുതുതായി പല പദ്ധതികളും ഞങ്ങൾ കൊണ്ടുവരും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ നരേന്ദ്രമോദി എത്രയോ കോടിയുടെ ഒരു പാക്കേജ് ഡൽഹിക്ക് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഇടങ്ങളിലേക്കും BJP കയറുക എന്നുള്ളതാണ്. കാരണം രാജ്യ തലസ്ഥാനം BJPക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ഷീണം ഉണ്ടാവുകയും. ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയിട്ട് 2014 മുതൽ, അതിനു മുമ്പ് ഭരിച്ചിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയി. അന്ന് ആലോചിക്കണം, BJP ആദ്യകാലത്ത് പാർലമെന്റിൽ ഇരിക്കുന്നത് വെറും 3 സീറ്റോടുകൂടിയാണ്. ഈ കോൺഗ്രസ് ആണ് രാജ്യത്തെ നശിപ്പിച്ച് പല രാജ്യദ്രോഹികളുടെയും മുമ്പിൽ കൊണ്ടുവച്ച് കാൽക്കൽ വെച്ചത്. അതിനെയാണ് ഇപ്പോൾ BJP തകർത്ത് തരിപ്പണമാക്കി മാറ്റിയിരിക്കുന്നത്. പിന്നെ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്തു കൊണ്ടുവരുമ്പോൾ വേറൊരു
ഒരു ബദൽ ശക്തി വളർന്നു വരുന്നു എന്നുള്ളതാണ് ഈ ആം ആദ്മിയിലൂടെ നമ്മൾ കണ്ടത്. അതിനെയാണ് ഇപ്പോൾ BJP ചിറകരിഞ്ഞിരിക്കുന്നത്. അവിടെ ഇതിനെ വീഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ് ആം ആദ്മി. അവർക്ക് എന്ത് പറ്റി? ഇവിടെ ഡൽഹിയിൽ മത്സരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഛിന്ന ഭിന്നമായി മാറുകയാണ് ചെയ്തത്. കോൺഗ്രസ് അവരുടേതായ രീതിയിൽ മത്സരിക്കുന്നു, ആം ആദ്മി അവരുടേതായ രീതിയിൽ മത്സരിക്കുന്നു. സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ശരത് പവാറിന്റെ NCPയും ആം ആദ്മിക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് വേറെ വഴിക്കൂടെ മത്സരിച്ചു, ആം ആദ്മി വേറെ വഴിക്കൂടെ മത്സരിച്ചു. ഇതിനകത്ത് നമ്മൾ കാണുന്നത് എന്താണ്? ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ തകർന്ന് തരിപ്പണമായി. വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്തെത്തി. അതെ, ഇതിന്റെ ഈ ഇന്ത്യ മുന്നണിയുടെ തുടക്കഘട്ടത്തിൽ തന്നെ പല കാര്യങ്ങളിലും വിയോജിപ്പോടുകൂടി നിന്നത് കേജ്രിവാളും പിന്നെ നമ്മുടെ തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജിയുമാണ്. ഇവിടെ പലപ്പോഴും അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവർ മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അരവിന്ദ് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി നിലനിർത്തണമെന്നുള്ളത് അഭിമാന പോരാട്ടമായിരുന്നു. കാരണം അവര് പിറന്ന ഇടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ചില പ്രതികൂല സാഹചര്യങ്ങൾ കേജ്രിവാളിന് നേരിടേണ്ടി വന്നു. അതിനെ അതിജീവിക്കുക എന്നുകൂടിയാണ് ലക്ഷ്യം വെച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു വിചാരിച്ചതിലും കൂടുതൽ സീറ്റ് നേടുന്ന മട്ടിലാണ് കാണുന്നത്. 18-20 സീറ്റ് വരെ ആണിപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കിട്ടിയാൽ പോലും ആം ആദ്മിക്ക് വലിയ വിജയമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പക്ഷെ അതിനെയും കൂടെ തകർക്കുകയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അതിനുള്ള അവരുടെ ഒരു തന്ത്രമുണ്ടല്ലോ. ആ തന്ത്രമെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. ഇപ്പൊ കോൺഗ്രസ് ഒന്നിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിന് അത് വലിയ നേട്ടമാണ് സാർ. പൂജ്യത്തിലേക്ക് പോകാതെ ഒന്നെങ്കിലും എത്തിയല്ലോ. കോൺഗ്രസ് എനിക്ക് തോന്നുന്നില്ല അതിപ്പോൾ കാണിക്കുന്ന ലീഡാണ്, അത് മാറി മറിയും. കോൺഗ്രസിന് വലിയ സാധ്യതയൊന്നും ഒരിക്കലുമില്ല. കോൺഗ്രസ് ഒരു കാലത്ത് അവിടെ അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നല്ലോ ഡൽഹി മുഴുവൻ. അത് മുഴുവൻ ഇല്ലായ്മപ്പെടുത്തി. അങ്ങനെ ആണല്ലോ ഇവർ ചൂലുപെടുത്ത് തൊപ്പിയൊക്കെ വെച്ച് വന്നതല്ലേ കേജ്രിവാളും സംഘവും. അതിലൂടെ പിടിച്ചെടുത്തു. പക്ഷേ അവരതിനേക്കാൾ വലിയ അഴിമതിയിലേക്ക് പോയപ്പോൾ BJP അത് പുറത്തു കൊണ്ടുവരികയും പിന്നീട് ആം ആദ്മിയുടെ സർവനാശത്തിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇവർ പഞ്ചാബിലേക്ക് കയറും. ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുണ്ട്. കേരളത്തിൽ 2026, തമിഴ്നാട്ടിൽ 2026, ബീഹാറിൽ വൈകാതെ തന്നെയുണ്ട്, ഈ വർഷം തന്നെയുണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടു പിന്നെ BJP തൂത്തുവാരി. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്ക് കൂടി BJPയുടെ ഈ അടിത്തട്ട് ശക്തിപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ തന്നെ മുസ്ലിം കേന്ദ്രീകൃതമായിട്ടുള്ള പ്രദേശങ്ങളിൽ പോലും BJPക്ക് മുന്നേറ്റം ഉണ്ടായി. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ന്യൂനപക്ഷ സമുദായത്തിന് മോദി സർക്കാർ അമർച്ച ചെയ്യുന്നു, അവർക്കെതിരെ പിന്നെ വളരെ അതിശക്തമായ ക്രൂരമായ നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ ഘോഷിച്ചവർക്ക് കൂടി മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.